ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണു. ഞാനും അടിപൊളിയായിട്ടിരിക്കുന്നു. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു മോർണിംഗ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. ആൻഡ് നൗ ഐ എം അറ്റ് നിരാമയ വെൽനെസ് റിട്രീറ്റ്. ഇത് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു റിസോർട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ എത്തി കേട്ടോ. ആൻഡ് ഇപ്പോൾ രാവിലെ എണീച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ വെരി ക്ലോസ് ടു ദ ബീച്ച്. ഇവിടുന്ന് സ്ട്രെയിറ്റ് അവേ കാണുന്നത് കടലാണ്. ആൻഡ് സൈഡ് നോക്കിയാൽ നമുക്ക് വിഴിഞ്ഞം പോർട്ടും കാണാൻ പറ്റും. ഭയങ്കര രസമുണ്ട്. വെയിലും ഇല്ല, ഒരു മഴക്കാരൊക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റും ഭയങ്കര അടിപൊളി. ഇറ്റ്സ് വെരി നൈസ്. നമുക്ക് ഡോറ് തുറന്ന് സ്ട്രെയിറ്റ് അവേ കാണുന്നത് ബീച്ച് വ്യൂ ആണ്. ഭയങ്കര രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ. സോ yes, once again welcome back to my YouTube channel. സോ ഗൈസ്, എനിക്കറിയാം ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് നല്ലപോലെ കാറ്റിൻ്റെയും കടലിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ടാവും. ബട്ട് ഐ തോട്ട് ഇറ്റ്സ് നൈസ് ടു സീ ലൈക്ക് ദാറ്റ് അല്ലേ. നമുക്ക് ആ ഒരു നാച്ചുറൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് രസമല്ലേ. അതുകൊണ്ടൊന്നുമല്ല, എൻ്റെ മൈക്കില്ല. അപ്പം ഐ ഹോപ്പ് മൈ ഓഡിയോ ഇസ് ക്ലിയർ. ആൻഡ് യെസ്, നമ്മൾ ഇന്നലെ ഇവിടെ എത്തി കേട്ടോ. ഇന്നലെ ഇവിടെ എത്തിയെങ്കിലും ഇന്നലെ എനിക്ക് ഫുള്ള് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഐ കുഡൻ ക്യാപ്ചർ എനിത്തിങ് മച്ച്. നമ്മൾ ഫുൾ ഷൂട്ടിൻ്റെ കോൺസെൻട്രേഷനിലായിരുന്നു. ഇന്ന് നമ്മളിവിടെ സ്റ്റേ ആണ്. ഇന്നലെ നമ്മൾ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തു. ആൻഡ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഫുള്ളി നമുക്ക് ഷൂട്ടും പരിപാടിയൊന്നുമില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഇവിടുത്തെ ഒരു ആംബിയൻസും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഐ തോട്ട് ഇന്നത്തെ ദിവസം നിങ്ങളെ ഞാനൊന്ന് ക്യാപ്ചർ ചെയ്ത് കാണിച്ചു തരാം. ഐ ടേക്ക് യു ഗൈസ് അലോങ് വിത്ത് മീ. കാരണം ഇന്നലെ ഞാൻ ഇവിടുത്തെ പ്രോപ്പർട്ടി എക്സ്പ്ലോർ ചെയ്യാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം ഷൂട്ടിൻ്റെ തിരക്കായിരുന്നു. സോ ഇന്നായിരിക്കും ഞാനും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവുക. So when I am going through the property, I thought I'll take you guys also with me. So yes, ഇപ്പോൾ ഞാൻ 6:30 എണീച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ യോഗ പരിപാടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് ഞാൻ ഇന്നലെ വന്നപ്പോൾ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് നോട്ട് പ്രോപ്പർ. ഭയങ്കര കുറേ സാധനങ്ങളൊന്നുമില്ല, എന്നാലും എടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര വാം ആയിട്ടുള്ളൊരു വെൽക്കമിങ് ഉണ്ടായിരുന്നു ഇവിടെ. വെൽക്കമിങ്ങിനൊക്കെ ശേഷമായിരുന്നു നമ്മൾ റൂമിലോട്ട് വന്നത്. ആൻഡ് ക്യുക്കായിട്ടുള്ളൊരു റൂം ടൂറും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ഇവിടെ ജനലാണ്. ബെഡ് നോക്ക്. ഇവിടെ ഒരു നോർമൽ കബോർഡ് ആൻഡ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സാധനമുണ്ട്. ബാത്റൂം. ഈ ബാത്റൂം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനും നനയ്ക്കാനും ഒന്നും തോന്നുന്നില്ല. ഇവിടെ ഒരു ഷവർ ഏരിയ ആൻഡ് ദിസ് പാർട്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ്. നമുക്ക് 3 പേർക്കും ഇതിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടത്. മറ്റേ കുവേര് സിനിമയിൽ ദിലീപ് പറഞ്ഞ പോലെ. സോ വൺസ് റൂമൊക്കെ കണ്ട് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഉടനെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം മേക്കപ്പിൻ്റെ ഇടയിലും ഷൂട്ടിൻ്റെ ഇടയിലൊന്നും എനിക്കധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല. ബട്ട് ഞാൻ എടുത്ത വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുമായോ. അപ്പോഴത്തേക്കും ഞാനൊന്ന് മുടിയൊക്കെ കെട്ടി യോഗയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവട്ടെ.
ഫസ്റ്റ് മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു. നമ്മളിനി ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പോവാണ്. കൊള്ളാം അല്ലേ ചേട്ടാ? ദാദാ ഹായ് പറയോ. സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ വന്നു. ആസ് ഓഫ് നൗ നല്ല ക്ലൈമറ്റ്. ഭയങ്കര വെയിലില്ല, കുഴപ്പമില്ല. ക്ലൈമറ്റ് എന്നാലും ചെറിയ വെയിലുണ്ട്, കുഴപ്പമില്ല. ഭയങ്കര വെയിലില്ല. ഓ ഉണ്ടല്ലേ, അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇവിടെ തണലുള്ളതുകൊണ്ടായിരുന്നു. ചേട്ടാ തണലുള്ളിടത്ത് നിന്ന് എടുക്കാം. നീ എടുക്കാനുള്ളതല്ലേ. ഇപ്പോഴേ വെയിലടിച്ചാൽ ഞാനൊരു 2 മണിക്കൂറിനുള്ളിൽ ബാറ്ററി തീരും എൻ്റെ. ദേവി ആ പൊരി വെയിലില്ല. നോ വേ. കണ്ടുകൂടാ കേട്ടോ, മൊത്തം ഒരു അന്ധകാരം. ഇങ്ങനെ നിൽക്കാൻ പറ്റൂ. അസിസ്റ്റന്റ് വരൂ. അസിസ്റ്റന്റ് കൂടെ പിടിക്കാൻ അസിസ്റ്റന്റ്. മറ്റേ സ്റ്റാഫ് തുണിയൊക്കെ തേച്ച് വെച്ചു. അടുത്ത മാം അടുത്ത അസിസ്റ്റന്റ് കൂടെ പിടിക്കുന്നു. ഭയങ്കര വെയിൽ കേട്ടോ. ഞാൻ ഇറങ്ങാൻ നേരത്തെ പറഞ്ഞു വാ നല്ല ക്ലൈമറ്റ് വന്നു. ഒട്ടനെ ഒടിഞ്ഞ് വെയിൽ വന്നു. ഇത് ഭയങ്കര കടിഞ്ഞപ്പോഴേ അല്ല കൂടെ മാറ്റുന്നോടാ. അല്ല സത്യം. അമ്മയെ കൊണ്ടത് പറ്റൂല, അമ്മ നോക്കണ്ട. ഞാൻ ഫിഷ് ബ്രൈഡ് പഠിപ്പിച്ചു കൊടുത്തേ ചേച്ചി ഒരിക്കൽ. എൻ്റെ അടുത്ത് അറിയില്ല എനിക്ക് ഒരു കൈയും കൂടെ വേണം. പറഞ്ഞെടുത്ത് ലാസ്റ്റ് അടിയാവും. ഇതെന്റെ സ്ഥിരം ഹെയർ സ്റ്റൈൽ. ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ കെട്ടാൻ. ശരിയാ, ഈ മാലയാ ഭംഗി. പൊട്ട് മാറ്റണോ? പച്ചയ്ക്ക് പച്ച ഇടോ, ചുവപ്പല്ലേ ഇടുന്നത്? ഇത് നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്ക് മേക്കപ്പ് നല്ല ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ഹമ്പിൾ. മേക്കപ്പ് ഇട്ട് വാരിയിട്ടതില്ല. ചേച്ചിക്ക് മാറ്റണമെന്നുണ്ടോ? എന്നാ മാറ്റാം. അച്ഛയാണോ ചേച്ചി ലിപ്സ്റ്റിക് എന്തെങ്കിലും? അല്ലെങ്കിൽ എല്ലാരും പറയണ അമ്മയെ പോലെയാണ്. അമ്മ പോലെയാണ്. നിങ്ങളാരും അന്നല്ലേ എന്നെ ദത്തെടുത്ത്? ആരാലും അല്ലേ ആ റാബിറ്റ് പല്ലിരിക്കണോ? ഓക്കെ അതിന് റെഡി. സോ ഗൈസ് ഐ എം ഡൺ വിത്ത് മൈ തേർഡ് ലുക്ക്. സാരിയാണ്. ഓക്കെ മേക്കപ്പ് ചെയ്ത് ചേച്ചി പോയി. അപ്പം ഇത് ഞാൻ സെൽഫായിട്ട് മീൻസ് മേക്കപ്പ് ഒന്നും ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നില്ല. ചേച്ചി പ്ലീറ്റഡ് വെച്ചിട്ട് പോയി. അപ്പോൾ ബാക്കി സെൽഫായിട്ട് ചെറുതായിട്ടൊന്ന് ഹെയർ സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്തു. നമുക്കിനി ഇതെടുക്കാൻ പോകണം. മഴ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് വി ഹാവ് ടു ക്യൂക്ക്ലി ഫിനിഷ്. ഓക്കെ പോയിട്ട് ലാസ്റ്റ് ഔട്ട്ഫിറ്റ് ചേഞ്ച്. ഡെഡ് തളർന്ന്. ദിസ് ഇസ് എ കുർത്തി. സൺസെറ്റ് സമയമായി. സോ നല്ല ക്ലൈമറ്റ്. ചേച്ചി രാവിലെ വന്നപ്പെട്ട മേക്കപ്പാണ്. നല്ലപോലെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ ഫേസിലൊന്നും ചേഞ്ച് ചെയ്തില്ല. ജസ്റ്റ് ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്തു. ലാഷസും ലെൻസും ഒക്കെ മാറ്റി. അത്രേ ഉള്ളൂ. തളർന്ന് ഞാൻ എത്രാമത്തെ ഡ്രസ്സായി? 1 2 3 4 ആയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഒരു ഡ്രസ്സിൽ തന്നെ ഒരു 3 റീൽസ് അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തളർന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എനിക്ക് വയ്യ. ഹലോ ഗൈസ്, സോ നമ്മുടെ ഇന്നത്തെ ഷൂട്ട് ഇസ് ഡൺ. ഞാൻ പ്ലാൻ ചെയ്ത പോലെ 5 കോസ്റ്റ്യൂമും എടുത്ത് കഴിഞ്ഞു. ഹായ്, വിഴിഞ്ഞം പോർട്ട് കാണാനുണ്ടെന്ന്. അയ്യോ ഞാൻ തിരിച്ച് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. നൈറ്റ് വ്യൂ നല്ല രസമുണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. ഫുൾ തളർന്നു ഗൈസ്, നല്ല രീതിക്ക് തളർന്നു. ഇരുന്നിട്ടില്ല, നല്ല കാല് തിരിപ്പുണ്ട്. നാളെയാണ് നമുക്കിവിടെ കുറേ പരിപാടികളുള്ളത്.
നമുക്ക് പോയി ചായ കുടിക്കാം. അറബി ഗുഡ് മോർണിംഗ്. ഒരാള് രാവിലെ വീഡിയോ ഒക്കെ എടുത്തുതരാൻ എണീച്ച് വന്ന് യോഗ ചെയ്യാൻ പോകുന്നതിന്റെ പ്രോപ്പർട്ടി എങ്ങനെ ഉണ്ടമ്മ? നല്ല ഭംഗിയുണ്ട്. ആര്? പ്രോപ്പർട്ടി റിസോർട്ട് തന്നെ സൂപ്പറാണ് കേട്ടോ. ഉറക്കെ പറഞ്ഞാലേ കേൾക്കാം. ഈ റിസോർട്ട് അടിപൊളിയാണ്. നമ്മൾ രാവിലെ എഴുതി സത്യം പറഞ്ഞാൽ ഈ കടലിന്റെ ഞാൻ രാവിലെ ഞാൻ ഇവിടെ കിടക്കണമെന്നുള്ള ഓർമ്മയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് ഞാൻ വീട്ടിൽ കിടക്കണ എവിടെ വേണ്ട വെള്ളം എടുത്തോണ്ട് പോകണം. ഞാൻ മഴയാന്ന് വിചാരിച്ചു രാവിലെ. അല്ല, ഞാൻ മഴയെന്നല്ല, എനിക്ക് ബോധം വന്നപ്പോഴാണ് അയ്യോ ഞാൻ കടലിന്റെ സൈഡിലാണല്ലോ കിടക്കണത് എന്നുള്ളൊരു ഓർമ്മ വന്നത്. വെരി ക്ലോസ് ടു ദ ബീച്ച്. ദാ ഇവിടെ ഉണ്ട് കടല്. നല്ല ആ സൗണ്ടും കാറ്റിന്റെ ഒച്ചയൊക്കെ ഉണ്ട്. അമ്മ ബാ പോവാ, നമുക്ക് യോഗ പറഞ്ഞു തരാൻ ഇവിടെ ഓൾറെഡി ഒരു സർ ഉണ്ട്. അപ്പം സാറ് എനിക്ക് തോന്നുന്നു സാറ് എനിക്ക് 6:30 ഒക്കെ എപ്പോഴേ വന്ന് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവിടെ. അമ്മ യോഗ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു പുള്ളിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം, ഇത് യോഗ പഠിച്ച ആളാണെന്ന്. പ്രാണായാമം മാത്രമേ അമ്മയ്ക്ക് ശവാസനം അറിയാം. അച്ഛൻ കുളിച്ചുകൊണ്ട് നിൽക്കും. അപ്പം അച്ഛൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രം മോർണിംഗ് 7 to 8 ആണ് ഇവിടെ യോഗ സെഷൻസ് ഉള്ളത്. ഒരു ചെറിയ യോഗ സെഷന് ശേഷം നമ്മളിതാ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. യോഗ സെഷൻ വാസ് നൈസ്. ഭയങ്കര എനിക്ക് ഓൾറെഡി മൂക്കടപ്പും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു ബ്രീത്തിങ് വർക്കൗട്ട് തന്നെ രാവിലെ ചെയ്തപ്പോൾ ഐ ഫെൽറ്റ് ഗുഡ്. ഭയങ്കര ഒരു ബോഡി റിഫ്രഷ് ആയതുപോലെ തോന്നുന്നുണ്ട്. ആൻഡ് ഭയങ്കര നല്ലൊരു സാറാണത്. ഭയങ്കര രസമായിട്ട് സ്കൈ നോക്കി ബ്ലൂ ബ്ലൂ ബ്ലൂ. ഞാൻ ഏതോ 2-3 വീഡിയോ കണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ചെടി നടാൻ പറ്റും, നമ്മുടെ പേര് വെക്കുകയില്ലേ. ഓക്കെ, കമ്മിങ് ബാക്ക്. യെസ്, സാറ് ഭയങ്കര രസമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അത് കേട്ട് ചെയ്യാനും ഭയങ്കര രസമാണ്. ഓക്കെ, നമ്മളിനി കഴിക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് നടന്ന് നമുക്കിനി റെസ്റ്റോറൻറ്റിലോട്ട് പോവാം. സോ ഞാൻ എന്താ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നു. കപ്പിൾസിന് ഞാൻ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ കൊടുത്തു. അമ്മയ്ക്ക് പണ്ടേ പരാതിയാണ്, പണ്ടൊന്നും ഞങ്ങൾക്ക് ഒരിടത്തും പോകാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ. അപ്പം ഇപ്പോൾ അവർ ടൈം സ്പെൻഡ് ചെയ്യട്ടെ, ഞാൻ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഏത് പോയിന്റിലിരുന്നാലും യു ക്യാൻ സീ ദ ബീച്ച്. ഏതൊരു പോയിന്റിലാണെങ്കിലും ഭയങ്കര രസമാണ്. ഈ സൗണ്ടും ഈ കാറ്റും ബീച്ച് സൗണ്ടൊക്കെ കേട്ട് നല്ല ക്ലൈമറ്റും കൂടെ ആയതുകൊണ്ട് വെരി നൈസ്.
ഓക്കെ ഗൈസ്, ഞാൻ എന്താ റെഡിയായി. നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചേട്ടനുണ്ട്, ഇവിടുത്തെ സ്റ്റാഫ്. അപ്പോൾ പുള്ളി വന്നിട്ട് നമുക്ക് ഇവിടുത്തെ പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് ഫുള്ള് കൊണ്ട് കാണിച്ചു തരും. ഇന്നലെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. നല്ല മഴ വരുന്നുണ്ട്. ഐ ഹോപ്പ് മഴയ്ക്ക് മുമ്പ് കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ടുഗെദർ. അച്ഛനമ്മയുണ്ട്, അവരിതാ റെഡിയായി ഇറങ്ങും. അച്ചുബാ, ഞാൻ എന്താ റെഡിയായി. ഐ എം വെയറിങ് ദിസ് വൈറ്റ് ഫ്രോക്ക്. ബാ, ഹായ് അമ്മ. അയ്യോ, മഴ പെയ്ത് എനിക്ക് മറ്റേ വീഡിയോ എടുക്കായിരുന്നു, മറ്റേ സെറ്റ് മുണ്ടിൻ്റെ. ഞാൻ മഴയത്ത് എടുക്കാൻ വേണ്ടിയിട്ടൊരു അമ്മ എൻ്റെ ബ്ലറോ ആവണം എപ്പോഴും. ഇപ്പം ഞാൻ ബ്ലറോ നിൽക്ക്. ഓക്കെ, മഴയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോസ്റ്റ്യൂം കൊണ്ടുവന്നു. പക്ഷെ ഇന്നലെ മഴ പെയ്തില്ല. പക്ഷെ ഇന്ന് മഴ പെയ്യുമ്പോഴത്തേക്കും ചേട്ടൻ വീഡിയോ എടുക്കാൻ അനുവേട്ടനില്ല. അനുവേട്ടനെ വിളിക്കാം. അനുവേട്ടനെ വിളിച്ചിട്ട് നേരത്തെ വരാൻ പറയട്ടെ. എന്നാ ഹലോ, ഹായ്, ഹലോ. ഈ ചേട്ടനാണ് നമ്മളെ ഫുൾ പ്രോപ്പർട്ടിയൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണേ. വണ്ടിയിലാണ് പോണേന്ന് തോന്നുന്നു. ആ, ഇരിക്കാം. ദിസ് ഇസ് ദി സ്പാ ഏരിയ. സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ലെറ്റ്സ് ഗോ സീ വാട്ട് ഇൻസൈഡ്. ഭയങ്കര പോസിറ്റീവും കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടാണ് അവരുടെ സ്പാ ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ചെന്ന ഉടനെ ഞാനും അമ്മയും ഡോക്ടറിനെയാണ് ഇന്ന് കൺസൾട്ട് ചെയ്തത്. നമുക്ക് നമ്മുടെ കൺസേൺസും ഇഷ്യൂസും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ അവിടുത്തെ ആ ഒരു സ്പായുടെ എല്ലാ റൂമും ഒന്ന് പെട്ടെന്നൊന്ന് റൂം ടൂർ പോലെ കാണിച്ചു തന്നു. ഭയങ്കര എസ്തെറ്റിക്കലി സെറ്റ് ചെയ്തിട്ടുള്ള റൂംസാണ്. ആൻഡ് എല്ലാ റൂമിൻ്റെ സൈഡിലും ഒരു ഗാർഡൻ സ്പേസ് പോലെ ഉണ്ട്. സോ ഓരോ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് കർട്ടൻ ഓപ്പൺ ചെയ്തിട്ടോ ക്ലോസ് ചെയ്തിട്ടോ ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലെ നമുക്ക് അവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. മഴ പെയ്യണം. ആ സിനിമയിൽ പ്രിയാരാമൻ പറയുന്നില്ലേ, അയ്യോ മഴ, മഞ്ജു വാര്യർ നോക്കണ്ട, മഞ്ജു വാര്യർ. എനിക്ക് ഓർമ്മ വന്നു. പോവാനുള്ള വണ്ടി എത്തി. നമ്മൾ ഈ വണ്ടി കയറിയിട്ട് വിചാരിച്ചോണ്ടിരിക്കണേ, നമ്മൾ വണ്ടി കയറിയിട്ട് റോക്ക് ഗാർഡൻസ് കാണാൻ പോണം. എന്തമ്മാ ഞാൻ ഇറങ്ങിട്ടാടും. എന്തിന്? മഴ പെയ്താലോ? അമ്മ കുറച്ച് നനയാതിരിക്കാൻ ചാടി പുറത്തു നിന്ന് ഫുള്ള് മഴ നനയോ. മട്ട് മഴയെ കാറ്റടിച്ചു കത്താതെ മുത്തി മുത്തി മുത്തം വച്ച മുത്തെടുത്തു പോവാതെ മഴ കാണാൻ പാട്ടായി പട്ടുപൂവേ കട്ടുപോവാതെ കുറുമ്പിന്റെ കട്ടുറുമ്പിന്റെ കൈ നീട്ടാനല്ലേ. ഓടിയോ? മഴ നനഞ്ഞ് റീലെടുക്കാൻ ക്യുക്കായിട്ട് ഞാൻ വന്നു. ഷടപടിയെന്ന് റെഡിയായി. തിരിഞ്ഞോയോ? ഇല്ല. வாய்ப்பாட்டு பாடும் பெண்ணே மௌனங்கள் கூடாது, வாய்ப்போட்டு சத்தம் எல்லாம் பெண்ணுக்கு ஆகாது, வண்டெல்லாம் சத்தம் போட்டால் பூஞ்சோலை தாங்காது, மொட்டுக்கள் சத்தம் போட்டால் வண்டு கேட்காது, ஆடிக்கு பின்னாலே காவேரி தாங்காது. ഇടത്തോട്ടാണ്, വലത്തോട്ടാണ്. ഗൈസ്, അങ്ങനെ വി ആർ ബാക്ക് ഫ്രം മഴയത്തുള്ള ഷൂട്ട്. ഭയങ്കര നനഞ്ഞില്ലെങ്കിലും ചെറുതായിട്ട് നനഞ്ഞു. ഡ്രസ്സ് മൊത്തം ചെളിയായി. അപ്പോൾ നമുക്കിനി 1:30 കറക്റ്റ് ഫുഡ് കഴിക്കാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഞാൻ സ്പാ ചെയ്യുന്നത് വിൽ ബി ലൈക്ക് അറൗണ്ട് 3 and 3:30. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഒരു 1 hour ഗ്യാപ്പിന് ശേഷം വേണം സ്പാ ചെയ്യാൻ പോകാൻ. അപ്പോൾ ഞാൻ ഫുൾ ബോഡി സ്പായും അമ്മ കാലിൻ്റെ ചെയ്യുന്നുണ്ട്. അച്ഛൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് കാല് കുറച്ച് ദിവസമായിട്ട് വേദന. അപ്പം 1 time ചെയ്തിട്ട് കാര്യമില്ല.
പക്ഷെ എന്നാലും ആസ് ഓഫ് നൗ ഒരു കറൻ്റ്ലി ഒരു ഇപ്പോഴത്തേക്കൊരു ആശ്വാസം കിട്ടും. അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറഞ്ഞു അമ്മേനോട്. നമുക്ക് അവിടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് സംസാരിക്കാൻ പറ്റും. അമ്മ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അമ്മയ്ക്ക് കൈവേദന ഉള്ളതും ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു. അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെ ചെയ്യണം, ഇവിടുന്ന് അല്ലെങ്കിൽ നമ്മൾ അല്ലാണ്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യണം എന്നുള്ള കാര്യവും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വെരി നൈസ് ഡോക്ടർ, ഭയങ്കര രസമുണ്ടായിരുന്നു. അമ്മയും പറഞ്ഞു സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊരു ആശ്വാസം ഫീൽ ചെയ്തു എന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ഇരുന്ന് എനിക്ക് നാളെ പനിയാവും. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ടായിരിക്കും സ്പായ്ക്ക് പോകുന്നുണ്ടാവാം. ഓക്കെ, സോ ലെറ്റ് മീ ഗോ ചേഞ്ച്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ലെറ്റ്സ് ടേസ്റ്റ് ചിക്കൻ ടിക്ക. ഇതിങ്ങനെ പുതിന മിക്സ് ചെയ്തെടുത്ത് മാത്രം നാല് ബിയർ ഒരു മട്ടൻ ടിക്ക വെള്ളിയാഴ്ച എല്ലാ ഐറ്റം കൊള്ളാം. പിന്നെ ഇവിടെ അനിയൻ എല്ലാം കൂട്ടി ഡെസേർട്ട് സ്റ്റൈൽ. ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുന്ന ക്യാമറമാൻ ബൈ. അങ്ങനെ ഡൺ വിത്ത് ഷൂട്ട്സ്. ഇനി നമ്മുടെ സ്പാ ടൈം. സ്പാ ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ് അമ്മ അപ്പുറത്ത് വേറെ റൂമിലേക്ക് അമ്മയെ കൊണ്ടുപോയി. ഞാനിനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സ്പാ ഒക്കെ കഴിഞ്ഞ് കാണാം. ഹലോ, സോ സ്പാ കഴിഞ്ഞു. ഒരു ഫുൾ ബോഡി സ്പായും ഹെയർ വാഷും ഇവിടെ നിന്ന് കഴിഞ്ഞു കേട്ടോ. ഐ ഫീൽ റിലാക്സ്. എനിക്കൊരു കട്ടിലിട്ട് ഞാൻ അങ്ങനെ ഉറങ്ങും. ഇപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, എനിക്ക് ഐ കാണ്ട് എക്സ്പ്ലെയിൻ വാട്ട് ഐ എം ഫീലിംഗ് റൈറ്റ് നൗ. ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ബോഡിയിൽ നിന്ന് ആ പെയിനൊക്കെ എനിക്ക് ഓൾറെഡി കുറച്ച് ബോഡി പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര റിലാക്സിങ് ഫീലുണ്ട്. സോ ഞാൻ അമ്മയെ കണ്ടിട്ടില്ല. ഞാനിപ്പം ഡ്രസ്സൊക്കെ ചെയ്ത് എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അമ്മയുടെ നേരത്തെ കഴിഞ്ഞു. സോ നമുക്കിനി പുറത്ത് പോയിട്ട് അമ്മയുടെ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. എനിക്ക് 200% സാറ്റിസ്ഫൈഡ് ആണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. 10 on 10. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സുഖമായിരുന്നു. എനിക്ക് ഡെയിലി ഇങ്ങനെ ഒരു മസാജ് ഇട്ടാൽ കൊള്ളായിരുന്നു എന്ന് തോന്നി. നല്ല നല്ല കാര്യം. ഒഴുകി നേരെ കടലിനകത്ത് പോകും. തണുപ്പത്തെ ചൂട് സൂപ്പ് എങ്ങനെ ഉണ്ടച്ചു? പുറത്ത് പെരുമഴ, അതുകൊണ്ട് വിൻഡോസൊക്കെ ക്ലോസ് ചെയ്തു, അല്ലെങ്കിൽ വിശ്രം അടിക്കുന്നുണ്ട് ഇങ്ങോട്ട്. എരിവുള്ള ചൂട് സൂപ്പ് ആൻഡ് തണുത്ത മഴ, ഗുഡ് കോംബോ. കണ്ട വന്ന് കഴിച്ചുകൊണ്ടല്ലേ ഇതുള്ളത്. റൂമിൽ ഇരുന്ന് ഓർഡർ ചെയ്താൽ കൊള്ളൂല. മമ്മി പറഞ്ഞിട്ടുണ്ട് രാത്രി ഫ്രൂട്ട്സ് കഴിക്കാവൂ എന്നല്ലേ അച്ചു? ഉച്ചയ്ക്ക് ഹെവി ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ ഹെവി ആയിട്ട് തിന്നാൻ പോകും.
സാധനങ്ങൾ നാൻ, ബട്ടർ ചിക്കൻ അല്ല ചിക്കൻ ടിക്ക മസാല ആൻഡ് ബീഫ് കോക്കനട്ട് ഫ്രൈ. കഴിച്ചു നോക്കാം. ടേസ്റ്റ് ചെയ്തു കൊള്ളാമോ? ഇതൊക്കെ നല്ല ഡെക്കറേഷൻ. Here is my favorite brownie. എവിടെ പോയാലും ഐ ലവ് ഈറ്റിംഗ് ബ്രൗണീസ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പം റെസ്റ്റോറൻറ്റ് അതിൻ്റെ മുന്നിൽ നിൽക്കുവാണ്. മഴ നിന്നു. മഴയ്ക്ക് ശേഷമുള്ള ഒരു അടിപൊളി തണുപ്പും കാറ്റും ആ ബീച്ചിൻ്റെ സൗണ്ടൊക്കെ ഒരു പ്രത്യേക വൈബ്. നല്ലൊരു എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫേവറേറ്റ് മ്യൂസിക്കൊക്കെ കേട്ട് വിത്ത് യുവർ ഫേവറേറ്റ് പേഴ്സൺ ഇരിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റ്, പറ്റിയൊരു ആംബിയൻസ്. നമ്മളിത് ആ റൂമിലെത്തി. റൂമിൽ അച്ഛനമ്മയും കിടന്നു. ഞങ്ങൾ പുറത്തേക്കാണ്. ഞാൻ പുറത്തിരിക്കുകയാണ്. അടിപൊളി ക്ലൈമറ്റ്. എനിക്ക് അകത്ത് കയറാനേ തോന്നണില്ല. ആ ഒരു സൗണ്ടും എനിക്കെൻ്റെ മുട്ടി വറുക്കുന്ന കാണുമ്പോൾ അറിയാം എത്രത്തോളം കാറ്റുണ്ടെന്ന്. എൻ്റെ വോയിസ് ക്ലിയർ ആണോ എന്നും എനിക്കറിയില്ല. ലൈറ്റില്ല, നല്ല തലവേദനയുണ്ട്. ഞാനൊരു ടാബ്ലറ്റ് വെച്ചിട്ടിരിക്കുകയാണ്. മഴ നനഞ്ഞീറ്റും ഇന്നലെ വെയിലും മഴയും എല്ലാം നനഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടാണ് ഞാൻ തോന്നുന്നു. സ്റ്റില്ലാണ്ട് ഓടിക്കൊണ്ടാണ് തോന്നുന്നു. 11-12 ആയപ്പോഴേ തുടങ്ങിയ തലവേദനയാണ്. സ്പാ ചെയ്തപ്പോൾ ഒരു റിലീഫ് ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊന്ന് നേരത്തെ അല്ല, അറൗണ്ട് 10:45 എന്തോ ആയി. എനിക്ക് നേരത്തെയാണ്. വിചാരിച്ചു കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോഴത്തേക്ക് ബൈ ബൈ, ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ. ഹലോ, ഗുഡ് മോർണിംഗ്. സോ ഉറക്കം എണീച്ച് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ഈ ഡ്രസ്സ് ഞാൻ ഫൈനൽ ഇയർ ഐവിക്ക് പോയ സമയത്ത് ഗോവയിൽ നിന്ന് മേടിച്ച ഡ്രസ്സാണ്. പക്ഷെ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അനൂപ് ചേട്ടൻ വന്നു. അമ്മ രാവിലെ ഡോണട്ടൊക്കെ കഴിക്കുന്നു. യെസ്, അങ്ങനെ ഞാൻ അടുത്ത ഔട്ട്ഫിറ്റ് ഇട്ട് റെഡിയായി. പക്ഷെ ഭയങ്കര മഴ. ഇവിടെ ഭയങ്കര രസമാണ് കേട്ടോ. മഴ പെയ്താലും നിന്ന് ആ ഒരു ക്ലൈമറ്റ്, മഴ ആസ്വദിക്കാൻ നല്ല രസമാണ്. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഐ വിഷ് ഈ മഴയൊന്നും നിന്നിരുന്നെങ്കിൽ. അച്ഛനമ്മയുടെ കൂടി ഒരു റീൽ എടുത്തു. ഐ ഹോപ്പ് ബൈ ദ ടൈം യു സീ ദിസ് വ്ളോഗ് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. കണ്ടു നോക്കണേ നിങ്ങൾ, നല്ല രസമായിരുന്നു. ലുക്ക് അറ്റ് ദിസ് സ്പോട്ട്. എവിടെ വരാൻ? ഞാൻ വരൂല അങ്ങോട്ട്. സെക്യൂരിറ്റി ഞങ്ങൾ കൊണ്ട് കാണിച്ചു തന്നെയാണ്. ഇവിടുത്തെ ലോക്കൽസിനൊക്കെ അറിയായിരിക്കും ഈ ഒരു സ്ഥലം. ഇങ്ങനെ ആൾക്കാരൊന്നുമില്ല, വെരി പീസ്ഫുൾ. നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ ഇവിടെ. ഓ വരാം. അയ്യേ, അതിലാ? അത് തെര വന്ന് അടിച്ച വെള്ളമാണ് അച്ചു. ഇത്രയ്ക്കൊക്കെ തെര വരോ? ഇവിടെ കണ്ട താഴെ പോയാ താഴെ അതെ ഉരുണ്ട് വീണിട്ട് എഴുതി വരും ഗൈസ്. നമസ്കാരം. നമസ്കാരം. നിരാമയ ലൈഫിൽ നമ്മളെ റിട്രീറ്റിൽ വന്നതിൽ വലിയ സന്തോഷം. 2 ദിവസം സ്റ്റേ ചെയ്തു. ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു ഫുഡ്. സ്പെഷ്യലി ഇന്നലെയും അമ്മയും ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് എല്ലാ ഫുഡും ഡെക്കറേറ്റ് ചെയ്തേക്കുന്നു. സ്പെഷ്യലി ഡെസേർട്സിന്റെ ഒക്കെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് സാർ തന്നെയാണോ എല്ലാം? അതെ അതെ, ഞാനാണ് ഇതിൽ പ്രിപ്പയർ ചെയ്ത്. പിന്നെ ഞാനും എൻ്റെ ടീമും ഉണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഫൈനലൈസ് ഞാൻ അത് ടച്ചപ്പ് ചെയ്ത് വിടുന്നു. ഓക്കെ ഓക്കെ, നല്ല ഫുഡായിരുന്നു. നമുക്ക് പല വെറൈറ്റിയിലുള്ള ഫുഡ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരുപാട് ഫുഡ് ട്രൈ ചെയ്യുന്ന ആളല്ല. ഞാനിങ്ങനെ ഫിഷും കാര്യങ്ങളും കഴിക്കില്ല. പക്ഷെ എല്ലാവരും കഴിച്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അതാ, അപ്പം ഞാൻ അതുകൊണ്ടാണ് വിളിച്ചത്. കാരണം നമ്മളിവിടെ വന്ന് 2 ദിവസം അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഷെഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചു. സോ താങ്ക് യു സോ മച്ച്. അടിപൊളി സോറി, പേരെന്താ? ഉമേഷ് കുമാർ എന്നാണ്. ഞാൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. ഓക്കെ ഓക്കെ, സോ നൈസ് മീറ്റിംഗ് യു. താങ്ക് യു സോ മച്ച്. പ്ലീസ് ഇനി വരുമ്പോൾ എപ്പോഴെങ്കിലും വരുമ്പോൾ തീർച്ചയായിട്ടും വരിക. ഇനിയും വരിക, ഫ്രണ്ട്സ് ആയിട്ട് വരിക, ഫാമിലി ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുക. താങ്ക് യു. മെഡിറ്റേഷൻ ചെയ്തു.
നമ്മൾ ഇന്ന് ചെക്കൗട്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒഫീഷ്യൽസും ഷെഫും ഗുരുജിയും എല്ലാവരും കൂടി ചേർന്നിട്ട് നമുക്കൊരു കേക്ക് തന്നു. ആൻഡ് വിത്ത് എ റൈറ്റിംഗ് ബോൺ വോയേജ് വിച്ച് ഇസ് എ ഫ്രഞ്ച് വേർഡ്. ആൻഡ് ഐ തിങ്ക് അതിൻ്റെ മീനിങ് ഒരു നല്ല ജേർണി ആശംസിക്കാൻ തോന്നുന്നു. അതേപോലെ നിരാമയുടെ പ്രോപ്പർട്ടിയിൽ അവർ വളർത്തുന്ന സ്പൈസസിൻ്റെ ഒരു മിക്സും കൂടി നമുക്കൊരു ബോക്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു ആസ് എ പ്രസൻറ്റ്. ഭയങ്കര നല്ലൊരു ആയുർവേദിക് സ്മെല്ലായിരുന്നു അതിന്. താലം കൈമാറുന്നത് എങ്ങനെയാണ്? താലം കൈമാറും. ചേച്ചി ഉണ്ടായിരുന്നു വ്ളോഗിനകത്ത്. താലം കൈമാറിക്കോ? അങ്ങനെ എവിടെ നിന്ന് കിട്ടിയ താലം കൈമാറുക? ആൻഡ് ഒരു തെങ്ങിൻ്റെ തൈയും കൂടെ ഞാൻ അവിടെ നട്ടിട്ടുണ്ട്. കുറേ നാൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഐ ക്യാൻ സീ ഇറ്റ്സ് ഗ്രോത്ത് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. സോ ഡെഫിനറ്റ്ലി ഐ വിൽ ബി വിസിറ്റിംഗ് ഹിയർ എഗെയിൻ ആൻഡ് എഗെയിൻ. ഓൾസോ ഹ്യൂജ് താങ്ക്സ് ടു ഓൾ ദി സ്റ്റാഫ്സ് ദെയർ. അവരെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയും കോപ്പറേറ്റീവും ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് അസ് കംഫർട്ടബിൾ ഫോർ ദി പാസ്റ്റ് 2 days. വീട്ടിൽ പോകുന്നു. കഴിഞ്ഞു. ലക്ഷറി ലൈഫ് കഴിഞ്ഞു. ലക്ഷറി ലൈഫ് കഴിഞ്ഞു. ഇനി ഇന്ന് രാത്രി തൊട്ട് കഞ്ഞിപ്പയറ്. മഴ മാനത്ത് കണ്ടാ ഇന്ന് പറഞ്ഞു ഇന്ന് വീട്ടിൽ തന്നെ കഞ്ഞിപ്പയറ്. എനിക്ക് ഇന്ന് 3 ദിവസത്തെ ക്ഷീണം എനിക്ക് തീർക്കാറുണ്ട്. എന്തോ ക്ഷീണം? റെസ്റ്റ് എടുത്തതിന്റെ ക്ഷീണം. സാധാരണ സ്റ്റേക്കേഷന് വന്ന റിലാക്സിങ്. സ്റ്റേക്കേഷൻ വന്നപ്പോൾ ഇവർക്ക് റിലാക്സിങ്, എനിക്ക് പട്ടിപ്പണി. അതിന് വേണ്ടോ എനിക്ക് രണ്ടുപേർക്കും പട്ടിപ്പണി. എനിക്ക് ക്ഷീണം മാറ്റി 2 ദിവസം ഉറങ്ങിയാലേ എന്റെ ക്ഷീണം മാറും. അല്ല, നമ്മൾ പണിയെടുക്കുന്ന കണ്ട് ഇവര് തളർന്നു. അപ്പൊ ആലോചിച്ചു ഇല്ലേ, എനിക്കിനി 2 ദിവസം കട്ടിലിൽ നിന്ന് അനങ്ങാതെ കിടന്ന് ഉറങ്ങിയാലേ എന്റെ ക്ഷീണം മാറും. Thank you so much for watching the vlog, guys. Bye. See you in next video. Like, share, comment, subscribe. Bye. Ciao.